Hi friends, എല്ലാവർക്കും മലയാളം വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മളിപ്പോൾ കോവിഡിന്റെ മൂന്നാം തരംഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റിലും നോക്കിയാലും കോവിഡ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിലൊന്നും പോയി കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മളിപ്പോൾ ആന്റിജൻ ടെസ്റ്റ് കിറ്റ് വിപണിയിലൊക്കെ ഇപ്പോൾ ഒത്തിരി ആന്റിജൻ ടെസ്റ്റ് കിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും വാങ്ങി നമ്മൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചില ടെസ്റ്റ് കിറ്റിലുള്ളത്. അതായത് കാർഡ് ഇൻവാലിഡ് ആയി പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ഏത് വഴി ആയാലും ഒരു ആന്റിജൻ ടെസ്റ്റ് കിറ്റ് നമ്മൾ വാങ്ങി വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അതിന്റെ ലീഫ്ലെറ്റ്സിൽ വ്യക്തമായിട്ട് അതിൽ ചെയ്യേണ്ട വിധം കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ പ്രോപ്പർ രീതിയിലായിരിക്കണം നമ്മൾ ആ ആന്റിജൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ആ കാർഡ് ഇൻവാലിഡ് ആയി പോകും. നമ്മൾ ഒത്തിരി രൂപ കൊടുത്ത് വാങ്ങുന്ന കാർഡായിരിക്കും അത്. അപ്പൊ അത് ഇൻവാലിഡ് ആയി പോവുക എന്നുള്ളത് വളരെ ഒരു സങ്കടമുള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. ടി ലൈൻ മാത്രം തെളിഞ്ഞു വന്നിരിക്കുന്നു. അത് കാർഡ് ഇൻവാലിഡ് ആയത് കാരണമാണ്. നമ്മൾ എത്ര പ്രോപ്പർ ആയിട്ട് ചെയ്താലും തന്നെ കാർഡ് ഇൻവാലിഡ് ആയിട്ട് മാറാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതായത് കമ്പനിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടും ഇത് കാർഡ് ഇൻവാലിഡ് ആയിട്ട് മാറാം. അതായത് കാർഡിൽ ഇപ്പോൾ 2 ലൈൻസ് ആണ് ഉള്ളത്. അതായത് ടി ലൈനും സി ലൈനും. അതിൽ സി ലൈൻ എന്ന് വെച്ചാൽ കാർഡ് വാലിഡ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വരയാണ്. അതായത് കൺട്രോൾ ലൈൻ. അതിൽ തെളിഞ്ഞിരിക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് കൺട്രോൾ ലൈൻ ആണ്. കൺട്രോൾ ലൈൻ എപ്പോഴും തെളിഞ്ഞിരിക്കണം. രണ്ടാമത്തതായി ടി ലൈൻ ആണ്. ടി ലൈൻ എന്ന് വെച്ചാൽ ടെസ്റ്റ് ലൈൻ ആണ്. അതായത് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ടി ലൈൻ തെളിയുന്നത്. അതായത് സിയും ടിയും ആ 2 ലൈനും തെളിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത്. സി ലൈൻ മാത്രം തെളിഞ്ഞു വന്നാൽ അത് നെഗറ്റീവ് ആണ്. മറിച്ച് ടി ലൈൻ മാത്രമാണ് തെളിഞ്ഞത്, അത് കൺട്രോൾ ലൈൻ തെളിഞ്ഞിട്ടില്ല എങ്കിൽ കാർഡ് ഇൻവാലിഡ് ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കമ്പനി നമുക്ക് ആ കാർഡിന്റെ പൈസ തിരിച്ചു തരുമോ ഇല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ഒത്തിരി കമന്റ്സ് ആണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ടി ലൈൻ മാത്രമാണ് തെളിഞ്ഞിട്ടുള്ളത്, എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിരവധി കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കമ്പനിയെ നിങ്ങൾ നേരിട്ട് ലെറ്റർ എഴുതി അറിയിക്കോ കസ്റ്റമർ കെയറിനെ അറിയിക്കോ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു വഴി. നമ്മളിത് കമ്പനിയിലെ അധികൃതരെ അറിയിക്കുന്നത് വരെ നമ്മൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഡീലർക്ക് 80 രൂപയ്ക്ക് മാത്രം കിട്ടുന്ന ആന്റിജൻ ടെസ്റ്റ് കിറ്റുകളാണ് വിപണിയിൽ നിന്ന് കസ്റ്റമർ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകൾ 250 രൂപയ്ക്ക് വാങ്ങുന്നത്. അപ്പോൾ അത് ഇൻവാലിഡ് ആയി പോവുക എന്നുള്ളത് വളരെ നഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല നമുക്ക് ഒരു ആന്റിജൻ ടെസ്റ്റ് കിറ്റ് വാങ്ങി നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നറിയാൻ പറ്റാത്ത ഒരു വിഷമത്തിലും കൂടി നമ്മൾ അകപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അവസ്ഥ നമ്മുടെ കാശ് നഷ്ടം വരുന്നു. ആ ഒരു അവസ്ഥ നമ്മൾ കമ്പനിയെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. നമ്മുടെ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതി നമ്മളെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് എൻ്റെ സ്ക്രീനിലും ഇട്ടേക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഇട്ടേക്കാം. പ്രതീക്ഷകൾക്കപ്പുറം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.